ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ PSC Facts. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 61/2024 ക്വസ്റ്റ്യൻ പേപ്പർ കോഡുള്ള ഇന്ന് നടന്ന 20/5/2024 ഇന്ന് നടന്ന കൂലി വർക്കറിൻ്റെ മെയിൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. LGS ലെവലുള്ള ഒരു എക്സാം ആയിരുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായിട്ടുള്ള നിയമം ഏതാണ്? ഓപ്ഷൻ ബി റൗലറ്റ് ആക്ട് ആണ്. ഓപ്ഷൻ ബി റൗലറ്റ് ആക്ട്. രണ്ടാമത്തെ ചോദ്യം, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻവാലാബാഗ് അടിത്തറ ഇളക്കി എന്നത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. ഓപ്ഷൻ എ മഹാത്മാഗാന്ധി. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഇന്നലെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ. ഏതാണ്? ഓപ്ഷൻ ഡി ലാഹോർ ആണ്. ഓപ്ഷൻ ഡി ലാഹോർ. അടുത്ത നാലാമത്തെ ചോദ്യം, ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? ഓപ്ഷൻ ഡി കഴ്സൺ പ്രഭു ആണ്. ഓപ്ഷൻ ഡി കഴ്സൺ പ്രഭു. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ആദ്യത്തെ ഇന്ത്യൻ വനിത? ഓപ്ഷൻ സി സരോജിനി നായിഡു ആണ്. ഓപ്ഷൻ സി സരോജിനി നായിഡു. അടുത്ത ആറാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ആർട്ടിക്കിൾ 19 പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ഓപ്ഷൻ സി അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 19 പറയുന്നത്. അടുത്ത ഏഴാമത്തെ ചോദ്യം, സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു. ഓപ്ഷൻ ഡി 44-ാം ഭേദഗതിയാണ്. ഓപ്ഷൻ ഡി 44-ാം ഭേദഗതി. അടുത്ത എട്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? മൗലിക അവകാശങ്ങൾ ഏതാണ്? ഓപ്ഷൻ എ അമേരിക്കയാണ്. ഓപ്ഷൻ എ അമേരിക്ക. അടുത്ത ഒൻപതാമത്തെ ചോദ്യം, മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായിട്ട് 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ ഡി സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഓപ്ഷൻ ഡി സ്വരൺ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്? ഓപ്ഷൻ ബി രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി. അടുത്തത് 11ാമത്തെ ചോദ്യം, 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ തൃശ്ശൂരിലാണ്. തൃശ്ശൂർ. അടുത്ത 12ാമത്തെ ചോദ്യം, സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ഡി വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ. അടുത്ത 13ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം. അടുത്ത 14ാമത്തെ ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ആരാണ്? 1.25 കോടി മലയാളികൾ എഴുതിയത്? ഓപ്ഷൻ സി EMS നമ്പൂതിരിപ്പാടാണ്. ഓപ്ഷൻ സി EMS നമ്പൂതിരിപ്പാട്. അടുത്ത 15ാമത്തെ ചോദ്യം, 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി? പ്രാഥമിക വിദ്യാഭ്യാസം ഗൗരി പാർവതിഭായി. ഓപ്ഷൻ എ ഗൗരി പാർവതിഭായി. ഇങ്ങനെ പ്രാഥമിക വിദ്യാഭ്യാസവും പാർപ്പിടവും പാർവതിഭായി.
അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പുരമേയാനുള്ള അവകാശം കൊടുത്തതും ഗൗരി പാർവതി ഭായിയാണ്. അപ്പോൾ പാർപ്പിടവും പ്രാഥമിക വിദ്യാഭ്യാസവും പാർവതി ഭായി, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അടുത്ത 16ാമത്തെ ചോദ്യം, G20 ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. എ ഓപ്ഷൻ നോക്കാം നമുക്ക്. G20 ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. G20 ഉൾപ്പെട്ട രാജ്യമാണ്. അടുത്ത വർഷം ഉച്ചകോടി നടക്കാൻ പോകുന്നത് എവിടെയാണ്? ബ്രസീലിലാണ്. അത് നമുക്ക് കറക്റ്റായിട്ട് അറിയാവുന്നതാണ്. അടുത്ത ബി ഓപ്ഷൻ, G20 സ്ഥിരമായി ആസ്ഥാനം ഇല്ല. അതും ശരിയാണ്. സി, 1998 G20 രൂപീകരിക്കപ്പെട്ടത്. അത് തെറ്റാണ്. ഡി, എല്ലാ വർഷവും G20 ഉച്ചകോടി നടക്കാറുണ്ട്. അത് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റ്. അടുത്ത 17ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ കടൽ തീരവും കണ്ടൽക്കാടുകളും ഉള്ള ജില്ല ഏതാണ്? ഓപ്ഷൻ ബി കണ്ണൂരാണ്. ഓപ്ഷൻ ബി കണ്ണൂർ. 18ാമത്തെ ചോദ്യം, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിക്കുന്നതിനായിട്ട് രൂപീകരിച്ച സംസ്ഥാന പുനർസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ഏതാണ്? ഓപ്ഷൻ ബി പോറ്റി ശ്രീരാമലു ആണ്. പോറ്റി ശ്രീരാമലു. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. 19ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതല്ല? അപ്പോൾ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഇന്ത്യയിലെ വിദേശ നയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഓപ്ഷൻ 1 ചേരിചേരാ നയം ശരിയാണ്. 2 സമാധാനപരമായ സഹവർത്തിത്വം ശരിയാണ്. ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം അതും ശരിയാണ്. 4ാമത്തെ ഓപ്ഷൻ സ്വാശ്രയത്വം എന്താണ്? തെറ്റാണ്. അപ്പോൾ 1, 2, 3 വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 20ാമത്തെ ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ജർമ്മനി, ഇറ്റലി, ജപ്പാനാണ്. ഓപ്ഷൻ എ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. അടുത്തത് 21ാമത്തെ ചോദ്യം, ഏത് രാജ്യത്തു നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? അതായത് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ആസൂത്രണ കമ്മീഷൻ്റെ മാതൃകയാണ് എന്നാണ്. ഏതാണ്? ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ ആണ്. അടുത്ത 22ാമത്തെ ചോദ്യം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഓപ്ഷൻ ബി APJ അബ്ദുൽ കലാം. അടുത്ത 23ാമത്തെ ചോദ്യം, കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത മലയാളിയാണ്. ഓപ്ഷൻ ബി ജിലുമോൾ മാരിയറ്റ് തോമസ്. അടുത്ത 24ാമത്തെ ചോദ്യം, 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ്? ഓപ്ഷൻ ബി ശ്രീലങ്ക. വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത്? ഇന്ത്യയുടെ സ്ഥാനം വലിപ്പത്തിൽ എത്രയാണ്? 7ാം സ്ഥാനമാണ്. ഓപ്ഷൻ സി ആണ്. ജനസംഖ്യയിൽ 1ാം സ്ഥാനമാണ് ഇന്ത്യക്ക് ഇപ്പോഴുള്ളത്. ഓക്കെ, അതറിയാമല്ലോ. അടുത്ത 26ാമത്തെ ചോദ്യം, കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് ആരാണ്? മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ഇപ്പോൾ ആരാണ്? ഓപ്ഷൻ ഡി സജി ചെറിയാൻ.
27ാമത്തെ ചോദ്യം കർണാടകയും തമിഴ്നാടുമായിട്ട് ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻ സി മുത്തങ്ങ വന്യജീവി സങ്കേതം. എവിടെയൊക്കെ ആയിട്ട്? കർണാടകയും തമിഴ്നാടും ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് 28ാമത്തെ ചോദ്യം 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏത്? 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെ വെച്ചിട്ടാണ്? ഓപ്ഷൻ എ ചൈനയിൽ വെച്ചിട്ടാണ്. ഓപ്ഷൻ എ ചൈന. അടുത്ത 29ാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഓപ്ഷൻ സി പെരിയാർ ആണ്. ഓപ്ഷൻ സി പെരിയാർ. 30ാമത്തെ ചോദ്യം ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ്? ഓപ്ഷൻ സി ഉത്തര മഹാസമതലമാണ്. ഉത്തര മഹാസമതലം. 31ാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഓപ്ഷൻ ബി ശാസ്താംകോട്ട കായലാണ്. ഓപ്ഷൻ ബി ശാസ്താംകോട്ട. അടുത്ത 32ാമത്തെ ചോദ്യം കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്രയാണ്? എത്ര ജില്ലകൾക്കാണ് കടൽ തീരമുള്ളത്? ഓപ്ഷൻ എ 9 ആണ്. 9 ജില്ലകൾക്കാണ് കടൽ തീരം ഉള്ളത്. 33ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഓപ്ഷൻ സി ഡക്കാൻ പീഠഭൂമി. ഡക്കാൻ പീഠഭൂമിയാണ്. 34ാമത്തെ ചോദ്യം പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ഓപ്ഷൻ ഡി പമ്പ നദിയിലാണ്. പമ്പ നദി. 35ാമത്തെ ചോദ്യം ഇന്ത്യയുടെ തെക്കേ അറ്റമായിട്ട് കണക്കാക്കുന്നത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ഇന്ത്യയുടെ തെക്ക് എന്താണ്? ഓപ്ഷൻ സി ഇന്ദിരാ പോയിന്റ് ആണ്. ഓപ്ഷൻ സി ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്, ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ കോള് അറിയാമല്ലോ. അടുത്ത 36ാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. 37ാമത്തെ ചോദ്യം നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഓപ്ഷൻ സി പുന്നമടക്കായലിലാണ്. പുന്നമടക്കായൽ. അടുത്തത് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ ബി ആണ് 941 ആണ്. 941. 39ാമത്തെ ചോദ്യം കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ സി എ ജെ ദേശായി ആണ്. എ ജെ ദേശായി. 40ാമത്തെ ചോദ്യം പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? ഒരുപാട് കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഏതാണ്? ഓപ്ഷൻ ബി സൈലന്റ് വാലി ആണ്. സൈലന്റ് വാലി. 41ാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായിട്ടുള്ള ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ചിറാപുഞ്ചി എവിടെയാണ്? ഓപ്ഷൻ സി മേഘാലയയിലാണ്. മേഘാലയ. 42ാമത്തെ ചോദ്യം കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷമാണ്? കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടുന്നത് ഏത് വർഷമാണ്? ഓപ്ഷൻ സി 1973 1973. 43ാമത്തെ ചോദ്യം ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആരാണ്? ഓപ്ഷൻ ബി ജഗദീപ് ധൻഖർ ആണ്. ഓപ്ഷൻ ബി ജഗദീപ് ധൻഖർ. അടുത്ത 44ാമത്തെ ചോദ്യം ചാന്ദ്രയാൻ 3യിലൂടെ
ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO വിക്ഷേപിച്ചവ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ലാൻഡർ, ശരിയാണ്. ഓപ്ഷൻ ബി റോവർ, ഓപ്ഷൻ ഡി പ്രൊപ്പൽഷൻ മൊഡ്യൂളും ശരിയാണ്. ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. ഓർബിറ്റർ എന്ന് പറയുന്നതാണ് ഇവിടെ തെറ്റ്. താഴെ പറയുന്നവയിൽ 45ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ അമൃത ഷേർഗലിൻ്റെ ചിത്രം ഏതാണ്? അമൃത ഷേർഗലിൻ്റെ ചിത്രം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഗ്രാമീണ ജീവിതം. ഗ്രാമീണ ജീവിതമാണ് അമൃത ഷേർഗലിൻ്റെ ചിത്രം. ഓക്കെ ആണല്ലോ. അടുത്ത 46ാമത്തെ ചോദ്യം. ചരക്ക് സേവന നികുതി അഥവാ GST നിലവിൽ വന്നത് എന്നാണ്? GST നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ ബി ജൂലൈ 1, 2017. ജൂലൈ 1, 2017. അടുത്ത ചോദ്യം 47ാമത്തെ ചോദ്യം. ഗോദാൻ എന്ന കൃതി രചിച്ചത് ആരാണ്? ഗോദാൻ ആരുടെ കൃതിയാണ് ഗോദാൻ? ഓപ്ഷൻ സി പ്രേംചന്ദിൻ്റെ കൃതിയാണ് ഗോദാൻ. അടുത്ത 48ാമത്തെ ചോദ്യം. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം 7 വളയങ്ങളും 7 ഭൂഖണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മഞ്ഞ വളയം സൂചിപ്പിക്കുന്നത് ഏത് ഭൂഖണ്ഡത്തെയാണ്? ഓപ്ഷൻ എ ഏഷ്യയാണ്. ഏഷ്യ. അടുത്ത 49ാമത്തെ ചോദ്യം. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 2021 മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ ഡി അല്ലു അർജുൻ ആണ്. ഓപ്ഷൻ ഡി അല്ലു അർജുൻ. 50ാമത്തെ ചോദ്യം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏതാണ്? ഓപ്ഷൻ ബി കാലം സാക്ഷിയാണ്. ഓപ്ഷൻ ബി കാലം സാക്ഷി. അടുത്ത 51ാമത്തെ ചോദ്യം. 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? മിസ് വേൾഡ് 2023 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ഇന്ത്യയാണ്. ഇന്ത്യ. അടുത്ത 52ാമത്തെ ചോദ്യം. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? അംബേദ്കർ പ്രതിമ ഏറ്റവും ഉയരമുള്ളത് എവിടെയാണ്? ഓപ്ഷൻ എ ഹൈദരാബാദാണ്. ഓപ്ഷൻ എ ഹൈദരാബാദ്. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം നമുക്ക്. ഉളിപ്പല്ല് ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. തെറ്റാണ്. കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. ശരിയാണ്. ചർവണകം ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ. തെറ്റാണ്. അഗ്രചർവണകം ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ. അതും തെറ്റാണ്. അപ്പോൾ ശരിയായ ജോഡി ഏത് മാത്രമേ ഉള്ളൂ? രണ്ടാമത്തെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. 2 മാത്രമാണ് ശരി. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. അടുത്ത നമുക്ക് 54ാമത്തെ ചോദ്യം നോക്കാം. ലോല ഏതു വിളയുടെ സങ്കര ഇനമാണ്? ലോല ഏതാണ്? ഓപ്ഷൻ സി പയറാണ്. ലോല, മാലിക, ഹ്രസ്വ എങ്ങനെയൊക്കെ പഠിക്കുമല്ലോ സങ്കര ഇനങ്ങൾ. അപ്പോൾ ലോല, മാലിക, ഹ്രസ്വ ഒക്കെ എന്തിൻ്റെയാണ്? പയറിൻ്റെതാണ്. അടുത്ത 55ാമത്തെ ചോദ്യം. അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിൻ്റെ ലക്ഷണമാണ്? ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ്? ഏത് രോഗത്തിൻ്റെ ലക്ഷണമായിരുന്നു? ഓപ്ഷൻ സി കണയാണ്. ഓപ്ഷൻ സി കണ. 56ാമത്തെ ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. കൽക്കരി പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്.
തെറ്റാണ്. കൽക്കരി എന്താണ്? ഒരു പാരമ്പര്യ ഊർജ സ്രോതസ്സാണ്. 2 തിരമാല പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. അത് ശരിയാണ്. സൂര്യൻ പാരമ്പര്യ ഊർജ സ്രോതസ്സാണ്. അത് തെറ്റാണ്. സൂര്യൻ എന്താണ്? പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. സോറി, ഇതിലെ ഓപ്ഷൻ ബി ആണ് ആൻസർ. 2 ആണ് ശരി എന്നുള്ളതാണ് ആൻസർ. അടുത്ത 57ാമത്തെ ചോദ്യം, വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? മുതിയം കടൽ തീരം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി മലപ്പുറം ജില്ലയിലാണ്. ഓപ്ഷൻ ബി മലപ്പുറം. അടുത്ത 58ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നു. ചെറുധാന്യ വർഷമായിട്ട് ആചരിക്കുന്ന വർഷം ഏത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഏതാണ്? തിരിച്ചു വർഷമാണ് ചോദിച്ചത്. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം അല്ലെങ്കിൽ ചെറുധാന്യ വർഷം ഏതാണ്? ഓപ്ഷൻ സി 2023 ആണ്. അടുത്ത 59ാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ആർദ്രം പദ്ധതിയാണ്. ഓപ്ഷൻ എ ആർദ്രം. 60ാമത്തെ ചോദ്യം, മിക്സി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഊർജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയുത്തരം കണ്ടെത്തുക. മിക്സി പ്രവർത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വൈദ്യുതോർജം യാന്ത്രികോർജവും ശബ്ദോർജവുമായിട്ട് മാറുന്നു. നമ്മൾ വൈദ്യുതി കൊടുക്കുന്നു, ആ വൈദ്യുതോർജം യന്ത്രം അത് മിക്സി പ്രവർത്തിക്കുന്നില്ലേ, അതൊരു യാന്ത്രികോർജമായിട്ട് മാറുന്നു. കൂടെ നമുക്ക് സൗണ്ട് കേൾക്കാമല്ലേ മിക്സി ഓൺ ചെയ്യുമ്പോൾ, ആ ശബ്ദോർജവുമായിട്ടാണ് മാറുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 61ാമത്തെ ചോദ്യം, മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? മൈക്രോസ്കോപ്പിലും ടെലിസ്കോപ്പിലും ക്യാമറയിലുമൊക്കെ ഉപയോഗിക്കുന്ന ലെൻസ് ഓപ്ഷൻ എ കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ്. അടുത്ത 62ാമത്തെ ചോദ്യം, ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത്. ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഇതിലേതാണെന്ന് നോക്കാം. 4 ഓപ്ഷനിൽ. ആദ്യത്തെ ഓപ്ഷൻ ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം ദോലനമാണ്. ബി ഊഞ്ഞാലിൻ്റെ ചലനം ദോലനമാണ്. സി വീണ മീട്ടുമ്പോൾ വീണക്കമ്പികളുടെ ചലനം ശരിയാണ്, ദോലനമാണ്. അടുത്ത ഡി ജയൻറ്റ് വീലിൻ്റെ ചലനം. ജയൻറ്റ് വീലിൻ്റെ ചലനം എന്താണ്? വർത്തുള ചലനമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ തെറ്റ്. അടുത്ത 63ാമത്തെ ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തതിൽ ഏതാണ്? ടൈറ്റാനിയമാണ്. ടൈറ്റാനിയം. മെൻഡലീവിയം, റുദർഫോർഡിയം, ക്യൂരിയം ഇതൊക്കെ എന്താണ്? ശാസ്ത്രജ്ഞന്മാരുടെ സ്മരണാർത്ഥം പേര് കൊടുത്തിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ടൈറ്റാനിയം എന്തല്ല? കൂട്ടത്തിൽ പെടുന്നതല്ല. അടുത്ത് നോക്കാം, ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്നു. പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. ഓപ്ഷൻ 1 നോക്കാം. കണികകളുടെ ഊർജം കൂടുന്നു. ഐസ് ജലമാകുമ്പോൾ ഊർജം എന്ത് ചെയ്യാണ്? കൂടുക തന്നെയാണ്. 2 കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു. ശരിയാണ്. ഓപ്ഷൻ 3 കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. അതും ശരിയാണ്. 4ാമത്തെ ഓപ്ഷൻ കണികകളുടെ ചലനം കുറയുന്നു. അത് തെറ്റാണ്. കണികകളുടെ ചലനം എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1, 2, 3 ശരിയാണ്. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. അടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ഓപ്ഷൻ ബി ജപ്പാനിലാണ്. ഓപ്ഷൻ ബി ജപ്പാൻ. അടുത്ത 66ാമത്തെ ചോദ്യം, ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ജെയിംസ് വെബ്. ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ 100 മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കുവാൻ കഴിയും. ശരിയാണ്.
ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, ചിഹ്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും. അതും ശരിയാണ്. ഓപ്ഷൻ സി, താരാപഥങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. അത് ശരിയാണ്. ഡി, വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതെന്താണ്? അത് തെറ്റാണ്. അടുത്ത 67ാമത്തെ ചോദ്യം, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ക്ഷയം, ചിക്കൻ പോക്സ്, എലിപ്പനി, ഡിഫ്തീരിയ. ഇതിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? ചിക്കൻ പോക്സ് ആണ്. ചിക്കൻ പോക്സ്. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. അടുത്ത 68ാമത്തെ ചോദ്യം, നിപ്പ വൈറസിൻ്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏതാണ്? ഓപ്ഷൻ എ വവ്വാലാണ്. നമുക്കറിയാം വവ്വാൽ. അടുത്ത 69ാമത്തെ ചോദ്യം, ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? ഓപ്ഷൻ സി, ഡയബറ്റീസ് മെലിറ്റസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയും. ഇതിന് ഡയബറ്റീസ് മെലിറ്റസ്. അടുത്ത 70ാമത്തെ ചോദ്യം, രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകം ഏതാണ്? ഓപ്ഷൻ സി, ഇരുമ്പാണ് കേട്ടോ. ഓപ്ഷൻ സി, ഇരുമ്പ്. 71ാമത്തെ ചോദ്യം, രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻ എ, സ്ഫിഗ്മോമാനോമീറ്റർ. അടുത്ത 72ാമത്തെ ചോദ്യം, രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏതാണ്? ഇവിടെ പ്രമേഹമാണ്. പ്രമേഹം എങ്ങനെ ഉണ്ടാകുന്നതെന്ന് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. എങ്ങനെയാണ് പ്രമേഹം ഉണ്ടാകുന്നത്? ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് കുറയുകയോ ഉള്ള ഇൻസുലിൻ പ്രവർത്തനക്ഷമമല്ലാതാവുകയോ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? പ്രമേഹം ഉണ്ടാകുന്നത്. അപ്പോൾ കൊഴുപ്പിൻ്റെ അളവ് കൂടുന്നത് മൂലമല്ല എന്തുണ്ടാകുന്നത്? പ്രമേഹം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, പ്രമേഹമാണ്. അടുത്ത 73ാമത്തെ ചോദ്യം, എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശത്തെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ സി, ലിംഫോസൈറ്റിനെയാണ് ബാധിക്കുന്നത്. ലിംഫോസൈറ്റ്. അടുത്ത 74ാമത്തെ ചോദ്യം, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് ഏതാണ്? ഓപ്ഷൻ എ ആണ്, WIFS ആണ്. WIFS. അടുത്ത 75ാമത്തെ ചോദ്യം, കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങളെ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ എന്താണ്? ഓപ്ഷൻ ഡി, ബാലമിത്രയാണ്. ബാലമിത്ര. അടുത്ത 76ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല? ഓപ്ഷൻ എ, ലൈംഗിക ബന്ധത്തിലൂടെ, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്, കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ, സിറിഞ്ച്, സൂചി എന്നിവയിലൂടെ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ. അടുത്ത 77ാമത്തെ ചോദ്യം, സിയാച്ചിനിൽ ആദ്യമായിട്ട് നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? ഓപ്ഷൻ എ, ക്യാപ്റ്റൻ ഗീതിക കൗളാണ്. ക്യാപ്റ്റൻ ഗീതിക കൗൾ. അടുത്ത 78ാമത്തെ ചോദ്യം, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കൊൽക്കത്ത. അടുത്ത 79ാമത്തെ ചോദ്യം, സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? എവിടെയാണ്? ഓപ്ഷൻ ഡി, തുടങ്ങനാടാണ്. തുടങ്ങനാട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് GK കറണ്ട് അഫേഴ്സ് സയൻസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ബാക്കി 20 ക്വസ്റ്റ്യൻസ് കണക്കാണ്. അപ്പോൾ
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും നടക്കുന്ന എക്സാംസിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻ അനാലിസിസുമായിട്ട് വരാം. അതുവരേക്കും താങ്ക് യു.